എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സായി ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഏതോ ഒരു ഇല്യൂഷനിൽ പെട്ട് അങ്ങനെ നിൽക്കാണ്. അപ്പൊ അവന് ഒരു അശരീരി കേൾക്കും. ഒരു അശരീരി അവനോട് ചോദിക്കും, നീ കരുതും പോലെ അവർ നിന്നെ ടീം 7 ഒരു മെമ്പറായി കണ്ടിട്ടില്ല. എല്ലാവരും നിന്നെ വെറും ഒരു ടൂളായിട്ട് മാത്രമാണ് ഇത്രയും നാളും ഉപയോഗിച്ചത്. അത് കേട്ട് സായി അവൻ ഒരുപാട് വിഷമത്തില് മുൻപോട്ട് നോക്കും. അപ്പൊ അവന്റെ ചെറുപ്പത്തിലുള്ള ഒരു രൂപം അവൻ കാണുകയാണ്. കട്ട് ചെയ്ത ഷിക്കമരും റോയും. റോ പറയും, ഇവിടെ വരെ എനിക്ക് സായിയുടെ ചക്ര അത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അടുത്തതായിട്ട് വില്ലേജ് ഓഫ് ടൊബാരിയാണ്. പക്ഷെ അവിടേക്ക് അത്ര എളുപ്പത്തിലൊന്നും ആരെ കൊണ്ട് പോവാൻ കഴിയില്ല. ഷിക്കമരു ഉടനെ ആ ചുന്ദരി പെണ്ണിനോട് ചോദിക്കും, നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക് ആ ഗ്രാമത്തിലേക്ക് കയറി പറ്റാൻ? അതിനവൾ ക്യാഷ്വലായിട്ട് പറയും, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുൻപിൽ ഒരു പ്രതിബന്ധമായി വന്നാലും അവരെ തല്ലിക്കൊന്ന് അകത്തേക്ക് പോവാ. അതിന് ഷിക്കമരു പറയും, അയ്യോ വേണ്ട വേണ്ട, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത അകത്തുള്ള സായിക്കും നമുക്കും അതൊരുപോലെ അപകടമാണ്. സോ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, കോമ്പറൻസിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നതാണ്. ഇവിടെ ആൾക്കാർ ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ലോങ് ഷോട്ടിലായി ആരോ ഒരാള് നമ്മുടെ ആൾക്കാരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അവനിപ്പോ ഉഷാറായി എവിടേക്ക് ഓടുകയാണ്. ഉടനെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് കറക്റ്റായിട്ട് അവനെ കണ്ടുപിടിക്കും. അതിനുശേഷം ഒരു കത്തിയെടുത്ത് അവന് നേരെ വലിച്ചെറിയും. അവള് പറയും, ലാൻഡ് ഓഫ് സൈലൻസിലുള്ള ഏതോ ഷിനോബി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവനെ ഞാൻ അറ്റാക്ക് ചെയ്തു, പക്ഷെ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവര് പിന്നാലെ പോവും. അവര് 3 പേരും അവന്റെ പിന്നാലെ പോവും. അവന്റെ ക്ലോസ് എത്തിയ ഉടനെ നമ്മുടെ പെങ്കൊച്ച് അവളുടെ പവർ വെച്ച് കറക്റ്റായിട്ട് എയിം ചെയ്ത് അവനെ കൊന്ന് താഴെയിടും. ഷിക്കമരു ടെൻഷനായിട്ട് പറയും, കമോൺ കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഉടനെ ഒരു വേഷമൊക്കെ മാറി അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ബാറിലേക്ക് വരും. ഷിക്കമരു പറയും, സൈലന്റ് വില്ലേജിലെ ആൾക്കാർ നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സോ മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി വേണം ഇനി നമ്മൾ അവിടേക്ക് പോവാൻ. ഷിക്കമരു ആണെങ്കിൽ അവിടെയുള്ള ബേററിന്റെ അടുത്ത് സോഗി വില്ലേജിനെ കുറിച്ച് ചോദിക്കും, ടൊബാരി വില്ലേജിനെ കുറിച്ച് ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒന്നും മിണ്ടില്ല. അപ്പോഴായിരിക്കും സോഗി ഗെയിം കളിക്കുന്ന ഒരപ്പാപ്പനെ ഷിക്കമരു കാണുക. അവനും ആളുടെ കൂടെ ഗെയിം കളിക്കാൻ തുടങ്ങി ആ ടൊബാരി വില്ലേജിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. അതിനാള് പറയും, ടൊബാരി വില്ലേജോ, അവിടേക്ക് അത്ര എളുപ്പത്തില് ഔട്ട്സൈഡേഴ്സിന് പോവാൻ കഴിയില്ല. വില്ലേജിലേക്ക് പോവാൻ ഒരു സ്പെഷ്യൽ പാസ് ഉണ്ട്, ദാ ഇതുപോലത്തേത്. ഇതുപയോഗിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. ഷിക്കമരു ആണെങ്കിൽ നമ്മുടെ ചുന്ദരി പെണ്ണ് സോക്കുവിന് ആ ടിക്കറ്റ്സ് കാണിച്ചു കൊടുക്കും. അവളത് നൈസായിട്ട് എടുക്കാനായി ആ അപ്പാപ്പന്റെ തൊട്ട് പിന്നിൽ എത്തുമ്പോഴായിരിക്കും അപ്പാപ്പൻ ഷിനോബികളെ കുറിച്ച് കുറ്റം പറയാ. അവളുടനെ അപ്പാപ്പനെ കൊല്ലാൻ അവളുടെ പവർ എടുക്കുമ്പോഴേക്കും ഷിക്കമരു അവളെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. അതിനുശേഷം അവളെ കാം ഡൗൺ ആക്കി അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ലക്ഷ്യം ഇതിൽ കാണുന്നവരെ മുഴുവൻ തല്ലിക്കൊല്ലുക എന്നതല്ല, മറിച്ച് ആ വില്ലന്മാരെ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ്. അതിനുള്ള വഴികള് അത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. സോ ദയവ് ചെയ്ത് അത് കുളവാക്കരുത്. അവളാണെങ്കിൽ അത് കേട്ട് ഫുൾ കലിപ്പില് അവിടുന്ന് കടന്നു പോവും. ഉടനെ റോ പറയും, ദയവ് ചെയ്ത് അവളോട് ദേഷ്യം തോന്നരുത്. അവൾക്ക് ഷിനോബികളെ കുറ്റം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഷിനോബി വേൾഡില് സമാധാനം കൊണ്ടുവരണം, പരസ്പരം എല്ലാവരും ഒത്തൊരുമയോടുകൂടെ ജീവിക്കണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം. അതിനെതിരായി എന്തെങ്കിലും കണ്ട അവൾ അറിയാതെ പ്രതികരിച്ചു പോവും. അതവളുടെ തെറ്റാണ്. സോ ഇനി മേലാൽ അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. ലാസ്റ്റ് നിഞ്ച വാറിൽ ഷിക്കമരു നിങ്ങളുടെ യഥാർത്ഥ പവർ എന്താണെന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തു. ടോക്കുവിനും അതുപോലെ തന്നെ ഷിനോബി വേൾഡിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് കേട്ട് ഷിക്കമരു ചോദിക്കും, ഓക്കെ, നിനക്കിപ്പോ എന്താണ് തോന്നുന്നേ? അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും സൈലന്റ് വില്ലേജിലുള്ള ഷിനോബികള് അവരാ ബാറിലേക്ക് കയറി വന്ന് എല്ലാവരോടും അവരവരുടെ ഐഡിയകള് ചോദിക്കാനായിട്ട് തുടങ്ങും. കുഞ്ഞിപ്പെണ്ണുടനെ ആരും കാണാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാരടുത്തേക്ക് വരും. അവള് പറയും, നമ്മൾ ഇന്നലെ കൊന്നുകളഞ്ഞ ആ ഒരു ഷിനോബി, അവനെ അന്വേഷിച്ച് സൈലൻസ് വില്ലേജിലെ ഷിനോബികള് അവരെത്തിക്കഴിഞ്ഞു. റോ അത് കേൾക്കേണ്ട താമസം അവിടെയുള്ള ഒരു പയ്യനോട് ഹെൽപ്പ് ചോദിക്കും. ആ ഒരു കുഞ്ഞിപ്പയ്യൻ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ 3 പേരെയും അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ആൾക്കാര് താങ്ക് യു സോ മച്ച്. അവൻ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആ ടൊമാരി വില്ലേജ് അത് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചത്. അതിന് ഷിക്കമരു അവനോട് ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വില്ലേജിൽ കയറി പറ്റണം, അതിനെന്തെങ്കിലും വഴി നിനക്കറിയോ? പക്ഷെ അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വഴിയും അറിയില്ല. അവനങ്ങനെ കൺഫ്യൂസ്ഡായി ആലോചിച്ച് നിൽക്കും. ഉടനെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾ ഡോർ തല്ലി തുറന്ന് പുറത്തേക്ക് പോവും. ഷിക്കമരു ചോദിക്കും, നീ എവിടേക്കാ പോണേ?
അതിനവള് പറയും ആ ഗംഗോ അവനെ വെറുതെ വിടാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കൊല്ലണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞു ഒറ്റയ്ക്ക് എടുത്തു ചാടി പോവാൻ പാടില്ല എന്ന്? ഇതൊരു ടീം വർക്കാണെന്ന് പറഞ്ഞ് ഷിക്കമരു വീണ്ടും അവളെ വഴക്കു പറയും. അവള് വീണ്ടും ഒരുപാട് ദേഷ്യത്തിലും സങ്കടത്തിലും തനിയെ പോയി ആ സ്റ്റെയറിലിരിക്കും. അതിനാ ചിന്നപ്പയ്യൻ അവൻ പറയും, നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? നിന്റെ എടുത്തുചാട്ടം അതൊട്ട് ശരിയല്ല. എല്ലാ കാര്യങ്ങളും അവര് പറയും പോലെ കറക്റ്റായി പ്ലാൻ ചെയ്ത് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. അതിനവള് പറയും, എനിക്ക് നല്ല പവറുണ്ട്, ആ പവർ യൂസ് ചെയ്യാൻ അവരെന്നെ അനുവദിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിച്ചക്കന്റെ മനസ്സലയും. അവൻ പറയും, എനിക്കും ഒരുപാട് കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ ആൾക്കാര് എന്നെ കൊണ്ട് നിർബന്ധിച്ചാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവള് പറയും, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഷിനോബി വേൾഡില് വലിയൊരു സമാധാന അന്തരീക്ഷം എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതെനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ആരും അറിയാതെ എനിക്ക് ആ സൈലൻസ് ഗ്രാമത്തിലേക്ക് കയറിപ്പറ്റി വളരെ സ്മൂത്തായി ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത് കേട്ട് ആ ചെക്കൻ ഷോക്കാവും. അപ്പൊ നീ ഷിനോബിയാണോ? ആരും അറിയാതെ ഒറ്റയ്ക്ക് അവിടേക്ക് പോകുന്നത് വലിയ തെറ്റല്ലേ? അതിനവള് ഒരുപക്ഷെ ഇത് തെറ്റായിരിക്കാം, പക്ഷെ വലിയൊരു ശരിയിലേക്കുള്ള ഒരു ചെറിയ തെറ്റ് മാത്രമാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് തിരികെ പോവുകയാണെന്ന് പറഞ്ഞ് അവളിപ്പോൾ തിരികെ നടക്കും. അവളുടെ കൂടെ തന്നെ ആ കുഞ്ഞിപ്പയ്യനും അവിടേക്ക് വരും. അവർ രണ്ടുപേരും നടന്ന് അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും ഷിക്കമരു അവളെക്കുറിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ടും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത് അവര് കേൾക്കുക. ആ അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവൾ ഫുൾ കലിപ്പില് അവിടുന്ന് നടന്നു പോവും. ഇനി മുതൽ അവർ രണ്ടുപേരും എന്റെ കോംപ്രൻസ് അല്ല, ഒരു കാരണവശാലും ഞാൻ അവരുടെ കൂടെ കൂടില്ല. ആരുടെ സഹായം ഇല്ലാതെ തന്നെ ആ ലാൻഡ് ഓഫ് സൈലൻസിലേക്ക് ഞാൻ പോയിരിക്കും. അതിനാ കുഞ്ഞിപ്പയ്യൻ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ തന്നെ ഞാനുണ്ട്. അവിടേക്ക് പോകാനുള്ള ഒരു സീക്രട്ട് വഴി എനിക്കറിയാം, നമുക്ക് അതുവഴി അവിടേക്ക് പോവാം. ഉടനെ അവള് പറയും, വേണ്ട വേണ്ട, നീ എന്റെ കൂടെ വരണ്ട, അങ്ങനെ വന്നാ അത് വലിയ കുഴപ്പമാണ്. വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ അവൾക്ക് പോകാനുള്ള വഴിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ സമയം കഴിഞ്ഞ് ഷിക്കമരു ആ കുഞ്ഞിപ്പയ്യന്റെ അടുത്തേക്ക് വരും. ഷിക്കമരു അവനോട് ചോദിക്കും, നീ അവളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അതിനവൻ പറയും, ഇല്ല, ഞാനും അവളെ അല്പനേരമായി അന്വേഷിക്കുന്നു, ഇവിടെ എവിടെയും അവളെ കാണാനില്ല. പക്ഷെ ഷിക്കമരുവിന് മനസ്സിലാവും അവൻ കള്ളം പറയാണെന്ന്. സത്യം പറ, അവൾ എവിടെ പോയി? അതിനവൻ പറയും, അവൾക്ക് ഞാൻ ആ സൈലൻസ് വില്ലേജിലേക്ക് പോകുന്ന വഴി പറഞ്ഞു കൊടുത്തു, അവളിപ്പോ അവിടേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ആ വില്ലേജിന്റെ ഗേറ്റിന് മുൻപില് ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗേറ്റിന് മുൻപില് ഈ രണ്ട് ഷിനോബികള് അവളോട് ചോദിക്കും, നീ ആരാണ്? അതിനവള് പറയും, ഞാനും ഒരു റോക്ക് നിഞ്ചയാണ്, എന്റെ ലീഫ് വില്ലേജിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കയറാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഷിക്കമരുവും റോയും അവർ രണ്ടുപേരും ഇപ്പൊ അവളെ അന്വേഷിച്ച് കുതിച്ചു പായാണ്. ഇവിടെ ആ ഷിനോബികളാണെങ്കിൽ അവളെ നോക്കി പറയും, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു പൊടി പെണ്ണാണ്, നിനക്കങ്ങനെ പ്രത്യേകിച്ച് ക്വാളിറ്റിയും സ്കില്ലൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് കേട്ട് അവളുടെ സ്കില്ല് ഉപയോഗിച്ച് ഒരുത്തനെ അടിച്ചു വീഴ്ത്തും. എന്നിട്ട് സ്റ്റൈലായി പറയും, എനിക്ക് ലീഫ് വില്ലേജ് ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല, അവിടെയുള്ള റൂൾസ് അത് ഭയങ്കര മോശമാണ്. സോ ഇനി മുതൽ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ഉണ്ടാവും. അവരാണെങ്കിൽ അവളുടെ സ്കില്ലും കഴിവൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അതിനുശേഷം അവളെയും കൂട്ടി ആ മെയിൻ ബോസിന്റെ അടുത്തേക്ക് പോവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സാക്ഷാൽ കൊമാരി അവനിപ്പോ സാക്ഷാൽ കുഞ്ഞിപ്പയ്യൻ കൊമാരി അവനിപ്പോ അവിടേക്ക് വരും. ആക്ച്വലി ഇവനും ഒരു റോക്ക് നിഞ്ചയാണ്. അവൻ പറയും, അവള് പറഞ്ഞത് മുഴുവൻ സത്യമാണ്, അവളിപ്പോ നമ്മളെ പോലെ തന്നെ ഒരു റോക്ക് നിഞ്ചയാണ്. ഇവരെ വന്നപ്പോ മുതൽ ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവളുടെ കോംപ്രൻസിനെയും ലീഫ് വില്ലേജിനെയും വിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. കറക്റ്റ് ടൈം ഷിക്കമരുവും റോയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. ഷിക്കമർ ചോദിക്കും, സോക്കു നിനക്കെന്താ പറ്റിയേ? സത്യത്തില് നീ നമ്മുടെ ലീഫ് വില്ലേജ് വിട്ട് ഇവിടേക്ക് ചേരാൻ പോവാണോ? അപ്പ അവര് കാണും അവളുടെ തൊട്ടടുത്തായി ആ കുഞ്ഞിപ്പയ്യൻ. അവനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് അവർക്ക് മനസ്സിലാവും. അടുത്ത സെക്കൻഡ് അവളുടെ പവർ ഉപയോഗിച്ച് റോയെയും ഷിക്കമരുവിനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഷിക്കമരു വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ അവൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അടുത്തൊരു ട്വിസ്റ്റ്. ആ റോ അവനിപ്പോ ചാടി വന്ന് ഷിക്കമരുവിനെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കും. ഷിക്കമരുവിന് പിടികിട്ടും അവനും ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യാണെന്ന്. അവൻ ഞൊട്ടിയിടയില് അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് റോയെ മുഴുവനായിട്ടും ചുറ്റി വലിച്ച് പിടിച്ചു വലിക്കും. പക്ഷെ എന്താ, ആ കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ അവളുടെ പവർ ഉപയോഗിച്ച് ഷിക്കമരുവെ കുത്തി പരിക്കേൽപ്പിക്കും. അതിനുശേഷം അവള് റോയെയും കൊന്നെറിയും.
പിന്നീട് രണ്ടുപേരെയും ചെക്ക് ചെയ്ത് അവരുടെ ബോഡിയിൽ ചക്ര ഫ്ലോ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവള് ഇപ്പൊ ആ സൈലന്റ് വില്ലേജിലേക്ക് അങ്ങനെ ഹായായിട്ട് നടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ കുഞ്ഞു പയ്യനും നമ്മുടെ ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ച് നടന്നു പോകുമ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾ അടുത്ത നിമിഷം അവളുടെ പവർ ഉപയോഗിച്ച് അവനെ മയക്കി താഴെയിടും. അതേസമയം ഗേറ്റിന് പുറത്ത് ഷിക്കമരുവിന്റെയും റോയുടെയും ബോഡിയിൽ നിന്ന് ഒരു റെഡ് ലൈറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും കണ്ണു തുറക്കും. റോ ഷിക്കമരുവിനോട് പറയും, മാസ്റ്റർ നിങ്ങളുടെ പ്ലാൻ അത് ശരിക്കും അടിപൊളിയാണ്. ഷിക്കമരു പറയും, അവളുടെ അടി എനിക്ക് നല്ലതുപോലെ വേദനിച്ചു. ആക്ച്വലി ഇതെല്ലാം തന്നെ അവർ 3 പേരും ചേർന്ന് നടത്തിയ ഒരു ഡ്രാമയാണ്. ആ ചിന്ന പയ്യൻ അവനൊരു ഷിനോബി ആണെന്ന് അവർക്ക് അവൻ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഉടനെ ചുന്ദരി പെണ്ണ് സോക്കോ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. ഷിക്കമരു ചോദിക്കും, നീ ആ ഡോർ ഓപ്പൺ ചെയ്തോ? നീ ആ ലോക്ക് അത് ഓപ്പൺ ചെയ്തോ? അതിനവൾ സ്റ്റൈലായിട്ട് തംസപ്പ് കാണിക്കും. ഉടനെ അവർ 3 പേരും ആ ഗ്രാമത്തിലേക്ക് കയറി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.